ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മള് ഒരു സീരീസ് ആണല്ലേ, അതായത് നമ്മുടെ ഡിപ്ലോമ അപ്കമിങ് ഇലക്ട്രിക്കൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന രീതിയിൽ ഡിപ്ലോമ ബിടെക് കഴിഞ്ഞപ്പോൾ അപ്ലൈ വേണ്ടി പറ്റിയ ഒരു സീരീസ് ആണ്. അപ്പൊ ഇന്ന് നമ്മള് നോട്ടിഫിക്കേഷൻ ഇന്നത്തെ നമ്മളെ പോസ്റ്റ് എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ ആണ്. അപ്പൊ അതിന്റെ നമ്മൾ കംപ്ലീറ്റ് ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. എപ്പോ നോട്ടിഫിക്കേഷൻ വരും, അതുകൂടാണ്ട് എത്ര പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, എത്രയായിരുന്നു ബാക്കിയുള്ള കട്ട് ഓഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കറിയുന്ന പോലെ 2022 ഡിസംബർ മാസം ബൾക്കായിട്ട് വരുന്ന നോട്ടിഫിക്കേഷന്റെ കൂടെ വന്നതാണ് ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഓൾറെഡി നമ്മളവിടെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1ന്റെ നമ്മൾ ഒരു വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അത് ഓൾറെഡി അവിടെ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി അവിടെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആണ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ആണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 41,300 തൊട്ട് 87,000 വരെയാണ്. അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ 31 വേക്കൻസീസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ അതില് 14,583 പേരെന്ത് അത്രയും അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. 14,583 അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് 11,750 അടുത്താണ്. ഓക്കെ, എന്നാലും നല്ലൊരു പെർസെന്റേജ് അവിടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കാണുന്ന ഓവർസീസ് ഗ്രേഡ് 1 കേസിലൊക്കെ ആകുമ്പോൾ അത് ഏകദേശം ഹാഫ് ആയിട്ട് കുറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താ അധികം കുറഞ്ഞിട്ടില്ല, അപ്ലിക്കൻസ് എണ്ണം കുറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസംബർ മാസം 2022 ഡിസംബർ മാസം നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2023 ജൂൺ മാസം തന്നെ അവിടെ എക്സാം കണ്ടക്ട് ചെയ്തു. ഇതൊരു കോമൺ എക്സാം ആയിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എനിക്ക് തോന്നുന്നത് കുറച്ച് ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളുടെ കൂടി കോമൺ ആയിട്ട് എക്സാം ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നടക്കുന്ന ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ സിലബസ് എന്ന് പറയുന്നത് ഈ സെയിം സിലബസ് തന്നെയാണ്. അതിലൂടെ വീണ്ടും ഇലക്ട്രീഷ്യന്റെ കുറച്ച് കോമൺ എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 22 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 23 ജൂൺ മാസം എക്സാം കണ്ടക്ട് ചെയ്തിട്ട് 23 ഡിസംബർ മാസം അവിടെ ഷോർട്ട് ലിസ്റ്റ് അവിടെ വന്നു. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് അവിടെ വന്നു. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോ അത് ലിസ്റ്റിൽ ഏകദേശം 97ഓളം വരെ ആണ് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നത്. 119 പേര് സപ്ലിമെന്റ് ലിസ്റ്റ്, 12 പേര് ഡിഫറെന്റ് ടേബിൾഡ്, ടോട്ടൽ 228 പേരെന്താ അവര് ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത് 53.67 മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. 53.67 മാർക്കിന് അബോ സ്കോർ ചെയ്തവരാണ് ഈ ഒരു 97 ആൾക്കാര്. ഓക്കെ, ഇപ്പൊ കട്ട് ഓഫ് വന്നേക്കുന്നത് 53.67. ഇത് ഓൾറെഡി ഇന്റർവ്യൂ ഉള്ള ഒരു പോസ്റ്റ് ആണ് അല്ലെ, സബ്ജക്ട് ടു ബി കോൾഡ് ഫോർ ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ. ഓക്കെ, സോറി, എലിജിബിൾ ടു ബി കോൾഡ് ഫോർ ഇന്റർവ്യൂ സബ്ജക്ട് ടു വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെന്റ്സ്. അപ്പൊ ഇന്റർവ്യൂ ഉള്ളൊരു പോസ്റ്റ് ആണ്. അപ്പൊ 23 ഡിസംബറിൽ അവിടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് 24 ഏപ്രിൽ മാസത്തിന്റെ അവിടെ റാങ്ക് ലിസ്റ്റ് അവിടെ നിലവിൽ വന്നു. ഓക്കെ, അപ്പൊ 2027 ഏപ്രിൽ മാസം 14 തീയതി വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ 77 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. 77 അഡ്വൈസസ് ഇതുവരെ പോയിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഓരോ വിഭാഗക്കാർക്കും ഇത്ര ഇത്ര പോസ്റ്റുകളാണ്, ഇത്ര ഇത്ര എന്താ പറയുക റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. 77 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ 31 വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ഉണ്ടായത്. ഇപ്പോൾ എത്ര 77 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. അപ്പൊ 27 ഏപ്രിൽ വരെ അവിടെ റാങ്ക് ലിസ്റ്റിന് അവിടെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഇതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ അതേപോലെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാല് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ആണ്. ലോങ് ടേം സ്ട്രാറ്റജി ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പൊ ഒരു ലോങ് ടേം ഗോൾ നിങ്ങൾ അവിടെ സെറ്റ് ആക്കി വെക്കുക. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാം. ഓക്കെ, കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.